ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. നമ്മളപ്പം സ്ഥിരം ഞായറാഴ്ചയാണ്, രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്കാണ്. അത് നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച കാര്യം പോണ വഴിക്ക് എടുക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ്. ഇവിടുന്ന് ഏകദേശം 94 കിലോമീറ്റർ ഉണ്ട്. എങ്ങോട്ടാണെന്നുള്ളത് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ ഇൻട്രോ നിങ്ങൾ കണ്ടു കാണും. ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഏകദേശം 94 കിലോമീറ്റർ ഉണ്ട് എനിക്ക്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പുതുപ്പള്ളി മണ്ണർകാട് റൂട്ടിലേക്കാണ്. അതായത് പുതുപ്പള്ളി മണ്ണർകാട് പാല തൊടുപുഴ ടച്ച് ചെയ്യാതെ, അതായത് തൊടുപുഴയിൽ നിന്ന് മുട്ട റോഡ് കയറിയാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ മണ്ണർകാട് ടൗണിൻ്റെ ഇത് മണ്ണർകാട് നേരെ പാല പോകുന്ന റൂട്ടാണ്. മണ്ണർകാട് പാല റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് മഴയും കൂടെ പെയ്തായിരുന്നു. ഇടയ്ക്ക് 2 പ്രാവശ്യം മഴ പെയ്തു, പിന്നെയും തോർന്നു, പിന്നെയും മഴ പെയ്തു, പിന്നെയും തോർന്നു. ഇടയ്ക്ക് പിന്നെ ഇതുപോലെ മഴക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നല്ലതണ്ണി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ജസ്റ്റ് ഞാൻ ഒരു റീല് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരു എല്ലാ വീഡിയോയിലും പറയുന്ന റീല് കണ്ട് പോകുന്ന പോലെ അല്ല ഇത്. സാധാരണ ഒരു റീല് കണ്ട് പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ 2-3 വീഡിയോ ഞാൻ റെഫറൻസ് വെക്കും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ കാണും. ഇപ്പം ഒരു ഹിഡൻ സ്പോട്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ റീല് ഫസ്റ്റ് ഞാൻ കാണും. അത് ഞാൻ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ സ്ഥലം സെർച്ച് ചെയ്യും. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യും, എവിടാന്ന് നോക്കും. നോക്കിയിട്ട് നമുക്ക് എത്ര ദൂരമുണ്ട്, എത്ര ടൈം കൊണ്ട് അവിടെ എത്താൻ പറ്റും, അവിടുന്ന് അടുത്ത് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കുന്നത് അടുത്ത ഇതിൻ്റെ ആരൊക്കെ വേറെ വീഡിയോ റീൽസിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇതിൻ്റെ ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ നോക്കും. അപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടോ നോക്കും, അവിടെ എന്തൊക്കെയാണ് കാണാൻ, അല്ലെങ്കിൽ ആ സ്ഥലം എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ചെറിയ സംഭവം മറ്റേ വിശകലനം പോലെ നടത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്ഥലം ഫിക്സ് ചെയ്യുന്നത്. കേസ് നല്ല രീതി മഴ കൂടി, ഞാൻ കോട്ടിടാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ അതേ ഇടയ്ക്ക് നല്ല രീതിയിൽ മഴ ഒന്ന് കൂടി, ഇപ്പോൾ പിന്നെയും മഴ കുറഞ്ഞു. അതിനിടയ്ക്ക് ക്യാമറയ്ക്കകത്ത് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പം കയറാൻ പോകുന്നത് മണ്ണർകാടിൻ്റെ പാല പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഈ റൂട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഞാൻ ഓരോ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ പറയുന്ന ഒരു റീല് അല്ലെങ്കിൽ ഒറ്റ റീല് മാത്രം കണ്ട് പോകുന്നു എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു റെഫറൻസ് എന്തായാലും എടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അല്ല. ഇത് ഞാൻ ഒരൊറ്റ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒറ്റ ഒരു റീല് മാത്രം കണ്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ സേവ് ചെയ്ത്, ആ കൂട്ടത്തിൽ വേറൊരു സ്ഥലം കൂടെ സേവ് ചെയ്തിരുന്നു. ഉപ്പുതറ, അങ്ങനത്തെ കുറച്ച് ട്രക്കിംഗ് സ്പോട്ട് ഉണ്ടല്ലോ, അങ്ങനെ പിടിച്ച. പക്ഷെ ഉപ്പുതറ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട ആ റൂട്ട് എവിടെയാണ്, അതായത് വാഗമൺ തന്നെ. പക്ഷെ തീക്കോയി ആ റൂട്ട് വേറെ ഏതോ റൂട്ട് കയറി പോകുന്നതാണ് ഈ പറഞ്ഞ ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം അത് നോക്കിയപ്പോൾ അത് നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ വേറെ ഏത് സ്ഥലം നോക്കാമെന്നും പറഞ്ഞ് നോക്കിയത്. അങ്ങനെയാണ് നല്ലതണ്ണി വ്യൂ പോയിന്റ് എന്നും പറഞ്ഞ് കണ്ടത്. അപ്പം ആ റീലിനകത്ത് കാണുന്നത് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നമുക്ക് ബൈക്ക് കയറ്റി കൊണ്ടുപോകാം. അതായത് നമ്മുടെ ഓഫ് റോഡ് അഴിച്ച് നേരെ ടോപ്പ് വരെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം, നോ റെസ്ട്രിക്ഷൻ. ജീപ്പുകാരൊക്കെ വന്ന് അവിടെ വണ്ടി നിർത്തുന്ന അങ്ങനെയൊക്കെ ഒരു റീലാണ് ഞാൻ കണ്ടത്. ഒരു പെണ്ണ് കണ്ടാണ് ആ റീൽ ഇട്ടിരിക്കുന്നത്. എനിക്ക് പേരെനിക്ക് അറിഞ്ഞൂടാ. അനു ആണെന്നാണ്, അനു അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു പുള്ളിക്കാരിയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ കറക്റ്റ് പേര് അതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഒറ്റൊരു വീഡിയോ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് വന്ന് ഫോട്ടോസ് എടുക്കാം, റീലെടുക്കാം. അതുപോലെ തന്നെ കിടിലൻ ഒരു വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ല് കാണാമെന്നാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ കണ്ട ഓർമ്മ. അപ്പം ഇത്രയാണ് ഞാൻ കണ്ടത്. സോ ഈ ഒരു ബേസിലാണ് ഞാൻ ചാടി ഇറക്കുന്നത്. നമ്മളിപ്പോൾ പാല ടൗണിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു കടയുണ്ട്, ഫുഡ് കഴിക്കുന്നത് കൊണ്ട്. അവിടെ ആയിരുന്നു ഞാൻ എന്തായാലും ഫുഡ് കഴിച്ച്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയ കാരണം ഫുഡും കൂടെ കഴിച്ച് ഞാൻ സ്ഥിരം തൊടുപുഴ ഉണ്ടാകുന്ന സമയത്ത് വന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കട. അവിടെ വന്നൊരു മസാല ദോശ അടിച്ചിട്ട് പോകും. കിടിലൻ മസാല ദോശയായിരുന്നു. നമ്മുടെ പാല ടൗണിൽ നിന്ന്, അതായത് നമ്മുടെ പാല ടൗണിലേക്ക് കയറുന്ന അവിടെ നമ്മുടെ എന്തോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഏതാണ്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ.
ആ ബൈപ്പാസിലേക്ക് കയറുന്ന ആ വഴിക്ക് ഒരു തട്ടുകട അല്ല, ഒരു ഹോട്ടലുണ്ട്. കിട്ടുന്ന ഫുഡാണ് അവിടെ. സോ ഞാൻ അവിടെ തൊടുപുഴ എന്ന സമയത്ത് മിക്കപ്പോഴും പാലാ റൂട്ടോ ഏറ്റുമാനൂർ റൂട്ടൊക്കെ പോകുമ്പോൾ അവിടെ നിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഓർമ്മയ്ക്ക് ചെന്ന് കഴിച്ചതാണ്. ഫുഡ് കഴിച്ചു. ഇപ്പോഴും മസാല ദോശയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കയറുന്ന തൊടുപുഴ ആ റൂട്ടാണ്, നമ്മുടെ രാമപുരം ആ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് സ്ഥിരം എൻ്റെ ഒരു സഞ്ചാരപാത എന്ന് വേണേൽ പറയാം. കാര്യം മിക്കപ്പോഴും തൊടുപുഴ എന്ന സമയത്ത് ഈ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്ന റൂട്ടാണ്. അത് കാരണം ഇവിടെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം ഇവിടുന്ന് എങ്ങോട്ടൊക്കെ ഇങ്ങനെ കയറുന്നതെന്ന്. പക്ഷേ ഈ നല്ല തന്നെ വ്യൂ പോയിന്റ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ. വാഗമൺ ഇത്രയും തവണ പോയിട്ടുണ്ട്. ഈ വാഗമൺ പോകുന്ന വഴി, അതായത് നമ്മൾ തൊടുപുഴയിൽ നിന്ന് വാഗമൺ, മുട്ടത്തുനിന്ന് നേരെ വാഗമൺ കയറുന്ന റൂട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞ നല്ല തന്നെ വ്യൂ പോയിന്റ്. പക്ഷെ ഇതുവരെ ഞാൻ ആ സ്ഥലം കണ്ടിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം അറിയുന്നത്. കാര്യം വാഗമൺ പോകുന്ന ടൗണ്, അതായത് വാഗമണിലേക്ക് കയറുന്ന അതേ വഴി തന്നെ നമ്മൾ ഇലവിഴ പൂഞ്ചിറ അതിലെ കൂടെ പോവാം. നമ്മളിപ്പോൾ കയറുന്ന റൂട്ട് അത് തന്നെയാണ്. മുട്ടത്ത് നേരെ കയറി ചെല്ലുന്നത് മറ്റേ ഇലവിഴ പൂഞ്ചിറ വാഗമണൊക്കെ പോകുന്ന ആ റൂട്ടാണിത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം ക്യാമറയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ മുട്ടത്ത് ചെന്ന് ചാടുന്ന റോഡാണ്. അതായത് തൊടുപുഴ എത്തുന്നതിന്, അതായത് വെങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുട്ടത്തേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. ഈ റൂട്ടൊക്കെ കുറേ പണ്ട് കിടന്ന് ഓടിയിട്ടുള്ളതാണ്. അത് കാരണം കുറേയൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ മാപ്പ് നോക്കിയാൽ പോകണം. കാര്യം എനിക്ക് നല്ല തന്നെ എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അത് കാരണം മാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ വാഗമൺ പോകുന്ന റൂട്ടിൽ തന്നെയാണ്, അത് നമ്മുടെ പോകുന്ന സൈഡിൽ തന്നെയാണെന്നാണ് ഈ മാപ്പിൽ കാണിക്കുന്നത്. ആ റീലിലും കറക്റ്റ് എവിടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനൊരു ഇത് വെച്ച് മാപ്പ് ഇട്ടിരിക്കുന്നു, അത് വെച്ച് പോവുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇത് തന്നെയാണോ സ്ഥലമൊന്നും എനിക്ക് അറിഞ്ഞോളാം. അതാണ് എൻ്റെ ഒരു പേടി. കാര്യം വേറൊരു റെഫറൻസും ഞാൻ എടുത്തിട്ടില്ല. ഒറ്റൊരു വീഡിയോ അതും വെച്ച് അങ്ങ് പോവുകയാണ് കണ്ണും പൂട്ടി. പിന്നെ അത് പറ്റിയില്ലെങ്കിൽ നേരെ സ്ഥിരം ക്ലീഷേ റൂട്ട് തന്നെ ഞാൻ പിടിക്കും. നേരെ വാഗമൺ പോവും. അവിടുന്ന് നേരെ പുള്ളിക്കാനം, ഏലപ്പാറ, അവിടുന്ന് നേരെ വേണം കുട്ടിക്കാനം വഴി മുണ്ടക്കയം വഴി തിരിച്ച് തിരുവല്ലയ്ക്ക് പോകും. അതാണ് എൻ്റെ ഒരു പ്ലാൻ ബി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം വെച്ചാണ് ഞാനീ പോകുന്നത്. കാര്യം ഈ റൂട്ട് വേറെ സ്ഥലങ്ങളിൽ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം ഇവിടെ പിന്നെ വാഗമൺ റൂട്ടായത് കാരണം വേറെ ഒന്നും പ്ലാൻ ചെയ്യണ്ട. പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കുരിശുമല കയറും. അതൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്ന ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ണും പൂട്ടി പോകുന്നത്. കണ്ടത് ഈ പോണ റൂട്ട് നമ്മൾ ഇലവിഴ പൂഞ്ചിറ, വാഗമൺ, അതുപോലെ തന്നെ കുട്ടിക്കാനം, ആ റൂട്ടെല്ലാം കയറാം. കുട്ടിക്കാനം അല്ല, സോറി, ഏലപ്പാറ, പുള്ളിക്കാനം, എല്ലാ റൂട്ടും ഇത് തന്നെയാണ്. ഈ റൂട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ വാഗമണ്ണാണ്. നമ്മൾ സാധാരണ വരുമ്പോഴത്തേക്കും ഈരാറ്റുപേട്ട, തീക്കോയി അങ്ങനെ കയറി വാഗമൺ വരുന്ന ആ റൂട്ടുണ്ട്. അതും പൊളിയാണ്. പക്ഷെ ഈ റൂട്ട് അധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത റൂട്ടാണ്. പിന്നെ നല്ല കയറ്റമാണ്. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ കുത്ത് കയറ്റാണ്. അതുപോലെ തന്നെ പോണ വഴിക്ക് നിറയെ വെള്ളച്ചാട്ടം, അതായത് ഇപ്പം മഴ പെയ്ത കാരണം നിറയെ വെള്ളച്ചാട്ടം സ്പോട്ട് ചെയ്യാൻ പറ്റും. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഒഴുകി വരുന്ന സെറ്റപ്പ്. പക്ഷെ ഈ റൂട്ട് അങ്ങനെ കുറേ ഇതുണ്ട് ഈ റൂട്ട് നമ്മുടെ അപ്പുറം തീക്കോയിന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളച്ചാട്ടം സ്പോട്ട് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് ഈ ഒരു റൂട്ട്. പിന്നെ അധികം തിരക്കുമില്ല. ഒരു ചെറിയ ഒരു എന്താ പറയുക, നമ്മുടെ വില്ലേജ് വൈബൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ട് കൂടെയാണ് ഈ റൂട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങാണ്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ പണ്ട് വന്നതിൻ്റെ ഒരു ഓർമ്മയാണ്. കാര്യം തൊടുപുഴ നിന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഈ റൂട്ട് ഒന്നൊന്നുമല്ല, ഒരു 2-3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ കിടിലൻ വ്യൂ പോയിന്റുകളൊക്കെയാണ് ഈ സൈഡിൽ. നമുക്ക് ഇവിടുന്ന് ഇപ്പം ഈ പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് നല്ല വ്യൂ പോയിന്റുകൾ കണ്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ട് കൂടെയാണ്. അപ്പം അങ്ങനെയൊക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞ് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ റൂട്ട് ചൂസ് ചെയ്യാം. അതായത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. ഇത് അതിൻ്റെ ഒരു ഒഴുകി വരുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഒറിജിനൽ സാധനം ഞാൻ കാണിച്ചു തരാം. അതാണ് ആ ഒരു ഒറിജിനൽ സാധനം. ഇതെനിക്ക് തോന്നുന്നത് 3ാമത്തെ വെള്ളച്ചാട്ടമാണ് ഈ റൂട്ട് വരുമ്പം. ഈ റൂട്ട് വരുമ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വെള്ളച്ചാട്ടം, ഒരു ചെറിയ ഒഴുകി, അതായത് ഇതുപോലെ വെള്ളം ഒഴുകി വന്ന ഒരു സ്ഥലമുണ്ട്. അതുകൂടാതെ ഒരു കിടില് വെള്ളച്ചാട്ടമുണ്ട്. അത് കഴിഞ്ഞ് 3ാമത് കിട്ടുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. അതാ ഞാൻ പറഞ്ഞു, ഈ റൂട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ കിട്ടും. കിടിലൻ വെള്ളച്ചാട്ടം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതുപോലെ നൈസ് സാധനങ്ങൾ കാണാൻ പറ്റും. ഇത് വാഗമൺ നമ്മുടെ ആ റൂട്ടാണ്, അതായത് വാഗമണിലേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ്.
കണ്ട അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു താറുകാരൻ ചവിട്ടിയിട്ടുണ്ട്, അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ റോഡ് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. നമ്മളായിട്ട് ശല്യം ഉണ്ടാക്കണ്ടായില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒച്ചയമ്പാളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സൈഡിൽ ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. അതായത് മറ്റേ വണ്ടിയിൽ കണ്ട ഇതതിൻ്റെ പകുതി, അത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകുന്ന ഒരു ചെറിയ സാധനം. ഇവിടെ അതേ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. ഐസ്ക്രീം അവിടെ കിടക്കുന്ന വെള്ളത്താറിൻ്റെ ആൾക്കാരാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തും ഇതുപോലെ ഒരു വെള്ളം ഒഴുകി വരുന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ തോന്നുന്നു. അവിടെയും വെള്ളം ഒഴുകി വരുന്നൊരു ചെറിയ സാധനമുണ്ട്. അതെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പോകാൻ, ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഇറങ്ങി ഈ റൂട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ കാണിച്ച മൂന്നാമത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. അത് കൂടാതെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് കൂടാതെ പിന്നെ വേറൊരു വലുതല്ലെങ്കിലും ഒരു കിടിലൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. പിന്നെ അത് കൂടാതെ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഇതുപോലെ ഈ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന കുറേ സ്പോട്ടുകൾ ഈ റൂട്ട് വരുമ്പോൾ കുറേ ഇങ്ങനത്തെ സ്പോട്ടുകൾ കിട്ടും. ഇത് നമ്മൾ മറ്റേ തീക്കോയി റൂട്ട് പോയി കാണാൻ പറ്റില്ല, പക്ഷേ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സ്പോട്ട് കിട്ടും. അപ്പം ഇവിടെ എവിടെയാണ് നല്ല തന്നെ വ്യൂ പോയിന്റ് ആണെന്നാണ് അമ്മച്ചി പറയണത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് വ്യൂ പോയിന്റിന്റെ ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല. ഇവിടെ എന്തോ വണ്ടി കിട്ടിയിരിക്കുന്നത്, ഇനി ഇവിടെ എങ്ങനെയാണ് അമ്മച്ചി പറഞ്ഞ റീച്ച് ആയെന്നാണ് പറയുന്നത്. ഞാൻ ചുമ്മാ ഫ്രണ്ടോട്ട് എടുത്ത് നോക്കി, ഇനി അവിടെ ഇച്ചിരി പോകണമെന്ന് അറിയത്തില്ല. വണ്ടി നിർത്തട്ടെ എന്തായാലും. നമ്മളത് നല്ല തന്നെ വ്യൂ പോയിന്റിൽ നിന്ന് തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് തെക്കോട്ടും മുടക്കോട്ടും വണ്ടി ഓടിച്ചിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അമ്മച്ചി പറയണ നീ നല്ല തന്നെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് പോയടാ ചെറുക്കാ, നീ തിരിച്ചു പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ വാഗമൺ റൂട്ടാണ്. ഇവിടെ നേരെ പോകുന്നത് നേരെ വാഗമൺ ടൗണിലേക്ക് ചെന്ന് കയറാം. അതുകൊണ്ട് ആ കാണുന്നത് വാഗമണിലേക്ക് പോകുന്ന വഴി, ഇത് നമ്മളിങ്ങോട്ട് വന്ന വഴി. പക്ഷേ ഈ സൈഡിൽ കാണുന്നത് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഈ സ്ഥലം കണ്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷെ അവിടെ എവിടെയാണ് നല്ല തന്നെ വ്യൂ പോയിന്റ് എന്നാണ് അമ്മച്ചി പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് നല്ല തന്നെയും കണ്ടിട്ട് വേറൊരു തണ്ണി പോലും കാണുന്നില്ല. ഒരു തണ്ണി കുടിക്കാൻ ഒരു കട പോലും കാണില്ല. പക്ഷെ കട ഉണ്ടായിരുന്നു വന്ന വഴിക്ക്, നമ്മൾ നിർത്തിയില്ല എന്നുള്ളതാണ്. അത് ഞാൻ പ്രാസൊപ്പിച്ച് പറയുന്നേ ഉള്ളൂ. പക്ഷെ അത് ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമായിട്ട്. ഇത് നീലക്കുറിഞ്ഞല്ല, ഇതെന്തോ ശംഖുപുഷ്പോ കാട്ടുചെടി എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല തന്നെ വ്യൂ പോയിന്റ് അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടക്കുന്നുണ്ട്. അമ്മച്ചി പറയുന്നു നീ ബാക്കോട്ട് പോകണം, അവിടെയാണ് നിനക്ക് നല്ല തന്നെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോകാനുള്ള വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി നിർത്തിയ സ്ഥലങ്ങളോ ഒന്നും കാണുന്നില്ല. വരുന്ന വഴിക്ക് കടയുടെ മുമ്പിൽ കുറെ വണ്ടി നിർത്തിയിട്ടുണ്ട്, അതല്ലാണ്ട് ഞാൻ വേറെ നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്ന വഴികളോ ഒന്നും കാണുന്നില്ല. പക്ഷെ ഈ ഒരു വ്യൂവും ഈ ഒരു റോഡും അതൊരു രക്ഷയില്ല. അത് ഈ റൂട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കണ്ടോ എൻ്റെ മോന് നല്ല രസമുണ്ട്, നല്ല വെയിലുമുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. പക്ഷേ ഈ നല്ല തന്നെ വ്യൂ പോയിന്റ് എവിടെയാണെന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. കാര്യം ഒറ്റൊരു വീഡിയോ മാത്രം കണ്ടിട്ട് ചാടിപ്പുറപ്പെട്ട് പോകുന്നതാണ്. അത് കാരണം ഇത് മൊത്തത്തിൽ പണി കിട്ടിയതാണോ അതോ ഇനി ഹിഡൻ ജെമ്മ് പോലെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അതുപോലെ തന്നെ ഹിഡൻ ജെമ്മാണ്. പക്ഷെ അതിനകത്ത് കയറി വരുന്ന വഴിയൊന്നും കാണുന്നില്ല. ഇവർ ജസ്റ്റ് അതിൻ്റെ ടോപ്പിൽ എന്തോ വണ്ടിയൊക്കെ കയറി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്ത, ഞാൻ പറഞ്ഞത് ഒരു പെണ്ണ് ആള് വീഡിയോ ചെയ്തൊരു സംഭവം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങോട്ട് ബൈക്ക് ഓടിച്ച് കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബൈക്ക് ഓടിച്ച് കയറാൻ പാകത്തിൽ ഒരു സംഭവമില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടു, എന്തോ കളരിക്കൽ ഭഗവതി ക്ഷേത്രം അങ്ങനെ എന്തോ പറഞ്ഞ് ഒരു അമ്പലത്തിന്റെ ബോർഡ് കണ്ടു. പക്ഷെ അങ്ങോട്ടും ബൈക്ക് ഓടിച്ച് കയറ്റാനൊന്നും പറ്റത്തില്ല. കാര്യം അവിടെ എന്തൊക്കെ പാറയൊക്കെ വെച്ച് കെട്ടിയടച്ച് വെച്ചിരിക്കുക. അതല്ലാണ്ട് ഞാൻ ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ട് കണ്ട് അങ്ങോട്ട് കയറി പോയിട്ട് വേറൊന്നും ഞാൻ കാണുന്നില്ല. കണ്ടു അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ, വ്യൂ മാത്രം. അവിടെ എന്തോ ഒരു കാറ് കയറി പോകുന്നു. കാറാണോ താറാന്ന് തോന്നുന്നു, എന്തോ ഒന്ന് കയറി പോകുന്നുണ്ട്. ഇനി അതെങ്ങാനുമാണോ നല്ല തന്നെ വ്യൂ പോയിന്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ചോദിക്കാനും പറയാനും ആരെ കാണുന്നില്ല. പിന്നെ എല്ലാവരും ഇതുപോലെ വാഗമൺ പിടിക്കാൻ വേണ്ടി വരുന്ന ടീമാണ്, അവരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഇനി എവിടാണ് എന്താണെന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫ്രണ്ടോട്ട് പോകണോ ബാക്കോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും ഫ്രണ്ടോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി ചിലപ്പം ഫ്രണ്ടോട്ട് പോകുമ്പോൾ വല്ല വ്യൂ പോയിന്റോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റിയ വല്ല പോയിന്റുകളോ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം. കാര്യം അതിൻ്റെ ടോപ്പിലേക്ക് കയറുന്ന ഓഫ് റോഡാണ്.
ഓഫ് റോഡ് അഡ്വഞ്ചർ റൂട്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് മുമ്പോട്ട് പോയി നോക്കാം. നമ്മളപ്പോൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു കട കണ്ട്. കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഈ കാണുന്ന ഒരു കടയായിരുന്നു. അവിടെ ചായ കുടിക്കാൻ കുറേ ബൈക്കേഴ്സ് നിർത്തിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് ബാക്കിലായിട്ട് ഇതേ അവിടെ കണ്ടു, അവിടെയും എന്തോ ബൈക്ക് ഓടിച്ച് കയറ്റാൻ പറ്റിയ സ്ഥലമുണ്ട്. ഈ കാണുന്ന സ്ഥലത്തും കുറച്ച്, അതായത് ഒരു ഓഫ് റോഡ് റൂട്ട് പോലെ കാണുന്നുണ്ട്. ആ കാണുന്ന ഇല്ലിക്കക്കല്ലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ ഇല്ലിക്കക്കല്ല് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വീഡിയോക്കകത്ത് പറയുന്നത് ഇല്ലിക്കക്കല്ല് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ്. അപ്പൊ നമ്മൾ കാണുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു ഞാൻ ഈ കാണിക്കുന്നതിന്റെ അവിടെ എവിടെയാണ് ഈ പറഞ്ഞ നല്ല തന്നെ വ്യൂ പോയിന്റ്. കാര്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റും എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. നമ്മളിപ്പോ കണ്ടത് ഇല്ലിക്കക്കല്ലിന്റെ ഏതോ ഒരു പോർഷനാണ്, ഏതോ സൈഡ് ഭാഗമാണ് കണ്ടത്. വിദൂരതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇല്ലിക്കക്കല്ലുണ്ട്. അതിന്റെ മറ്റാ പിള്ളേര് ഈ കഴിഞ്ഞിടയ്ക്ക് വൈറലായല്ലോ, കുറച്ച് പിള്ളേർ അതിന്റെ മേളിൽ കയറിയെന്നും പറഞ്ഞ ആ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അത് അവിടെ ആയിട്ട് കുറച്ച് ബൈക്കേഴ്സ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് തിരിച്ചെടുത്ത് നേരെ അങ്ങോട്ടങ്ങാണ്ട് പോകുന്നുണ്ട്. അവരെങ്ങോട്ടാ കയറിപ്പോയെന്നാണ് ഞാൻ നോക്കണത്. അങ്ങനെയാണ് അവരുടെ പുറകെ നേരെ വെച്ച് പിടിക്കാന്നാണ് ഞാൻ വിചാരിക്കണത്. ഇനി അവർ വേറെ എങ്ങോട്ടെങ്കിലും പോവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കുറെ അതുപോലെ ട്രക്കിങ്, അതായത് ഓഫ് റോഡ് റൂട്ടുകളുണ്ട്. അതായത് ബൈക്ക് ഓടിച്ച് കയറ്റാൻ പറ്റിയ കുറെ ഓഫ് റോഡ് റൂട്ടുകളുണ്ട്. ഇനി അതിലേതെങ്കിലും ആണ് ഈ നല്ല വ്യൂ പോയിന്റ് എന്നാണ് ഞാൻ ഈ നോക്കണത്. കാര്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇല്ലിക്കക്കല്ല് നേരെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും എന്നാണ് ആ വീഡിയോ പറയുന്നത്. അവിടെ ബൈക്ക് ഓടിച്ച് കയറുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് നല്ല വ്യൂ പോയിന്റ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കൊള്ളാം, വണ്ടിയൊക്കെ ഓടിച്ച് കയറ്റുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഞാൻ വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് അടിച്ച് നോക്കിയിട്ടില്ല. ഇതൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കയറുകയാണ്. പക്ഷേ മേപ്പോട്ട് കയറാൻ പറ്റുമെന്നാണ് എനിക്കൊരു ഡൗട്ട്. കാര്യം ഇവിടെ നിന്ന് വഴിയൊന്നും കാണില്ല. എന്തായാലും നടന്നു പോകേണ്ടി വരും മിക്കവാറും. ഞാനപ്പം ബൈക്ക് അവിടെ താഴെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു കയറാമെന്ന് വിചാരിച്ചു. കാര്യം അപ്പുറം റോഡ് കാണിച്ച് ഞാൻ അതിൽ കൂടെ പോയി വണ്ടി കയറും. പക്ഷേ എങ്ങോട്ടാണെന്ന് എനിക്കൊരു വൃത്തം കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ വണ്ടി വെച്ച്. പക്ഷേ ആൾക്കാർ ബൈക്കൊക്കെ ആയിട്ട് കയറുന്നുണ്ട്. അത് അതിലെ കൂടെ കയറിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത് അവിടെ തന്നെ താഴെ വണ്ടി വെച്ചിട്ട് പോകുന്നു. വെറുതെ ഇതിനെ കാട്ടി ഇതുപോലത്തെ റോഡാണ്. ഉരുളടിച്ച് വീഴുമെന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് നടന്ന് കയറി നോക്കാം. മോനെ കൂടെ അങ്ങ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ട. ബൈക്കൊക്കെ കയറി വരുന്നതിൻ്റെ ആയത്. ഇതിലൂടെ കയറി വരാം. ഓഫ് റോഡൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവർക്ക് കയറി വരാം. പക്ഷേ സാധനം ഇതല്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കണ്ടാ അവിടുന്ന് ഇവിടുന്നൊക്കെ വഴി കാണുന്നുണ്ട്. ബൈക്ക് കയറി പോവുകയും ചെയ്യണ്ട. ഇത്രയൊന്നും കുഴപ്പമില്ലാത്ത റോഡാണ്. ഞാൻ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ബൈക്ക് കയറ്റാൻ. ഞാൻ ഓഫ് റോഡ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നു പോയി, ഒരു രക്ഷയില്ല. പുളിസ്ഥലം അതിന് പറ്റിയ റോഡാണ്. കേട്ടോ, ബൈക്കുമായിട്ട് കുറച്ച് ടീം കയറി പോയിട്ടുണ്ട്. ജീപ്പ് മേളിൽ കിടപ്പുണ്ട്, ഞാനത് കണ്ട്. പക്ഷേ ഞാൻ വന്ന റോഡ് തന്നെ ഞാൻ എനിക്ക് ഡൗട്ട്. ബൈക്ക് കയറി ആ മേളിൽ നിന്ന് കയറി വരേണ്ട പാടുള്ളൂ. എനിക്ക് വഴി മനസ്സിലാത്തോടെ ഞങ്ങളുടെ സൗത്തി അതായത് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. അവിടെ ഉണ്ടടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തന്നില്ല പൊക്കാൻ. എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന വഴി ഇവിടെ തോന്നിക്കാൻ തോന്നാ വഴി. അത് ഇതാ വഴി. ഞാൻ വന്ന വഴി കണ്ടല്ലോ, ഇതുപോലത്തെ വഴി കൂടെ ഞാൻ കയറുന്നു. ബൈക്ക് കയറ്റിക്കൊണ്ട് വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. റിസ്ക് എടുക്കാൻ നടന്നു. എൻ്റെ അതായത് മേടിച്ചിട്ട് ഇതാണ് വ്യൂ പോയിന്റ് എന്ന് തോന്നുന്നു. മാപ്പിട്ട് വന്നു ഓൺ ചെയ്യാം. ഇപ്പം ബൈക്ക് കയറ്റി ബൈക്ക് കയറി ഒരു മാസം കൂടെ സുഖമായിട്ട്. പക്ഷേ ഒറ്റ ചായകളി ഞാൻ റിസ്ക് എടുക്കാത്ത വേണമെങ്കിലും മേളിൽ കൊണ്ടുവന്ന് ഫോട്ടോ കിട്ടായിരുന്നു. എനിക്ക് ആ വഴി കിട്ടാത്തതുകൊണ്ടാണ് പാഷൻ പോയിട്ടില്ല. അപ്പോൾ ഞാനാണ് അങ്ങനെ നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ ഇരുന്നതോ അവിടെ ബൈക്കൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതായത് ഒരു ബുള്ളറ്റ് വന്ന 2 ടീമുണ്ട്. പിന്നെ അതുകൂടാതെ ഞാനിപ്പം നിന്നെടുത്ത ഒരു ഫോർച്യൂണർ കയറി വന്നിട്ട് പോയായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ കാരണമാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ഏത് സൈഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതൊരു സൈഡാണിത്. നമ്മൾ ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ല് കാണാം. ഞാൻ റീലിലും ഇതുപോലെയാണ് കണ്ടത്. ഇവിടെ നമ്മൾ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റും എന്നാണ്. അതായത് ഇല്ലിക്കക്കല്ല് ഇത്ര അടുത്തിരുന്ന് കാണാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഈ നല്ല തന്നെ വ്യൂ പോയിന്റ് എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്.
ഞാൻ കണ്ടതും ഏകദേശം ഇതുപോലത്തെ സ്ഥലമാണ്. പക്ഷെ ഇതേ സെയിം സ്ഥലം അപ്പുറത്തും ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കയറി വന്നപ്പോൾ കാണിച്ച ഇങ്ങോട്ട് കയറി വരുന്ന വഴി അല്ലാണ്ട് അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റും ഇതുപോലെ വഴിയുണ്ട്. അതായത് ഞാനിപ്പോൾ കയറി വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലൊരു മലയുണ്ട്. അതേ മലയിൽ വണ്ടി പിടിച്ച് കയറ്റി ഒരു ടീം അങ്ങോട്ടും വണ്ടി പിടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓഫ് റോഡ് അടിച്ച് ഓഫ് റോഡ് പ്രാന്ത് അല്ലെങ്കിൽ അഡ്വഞ്ചർ ഓഫ് റോഡൊക്കെ താല്പര്യമുള്ളവർക്ക് വന്ന് പോകാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണിത്. കണ്ടത് കാണുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ഏതോ ഒരു സൈഡാണ്. ഇല്ലിക്കക്കല്ല് എനിക്ക് തോന്നുന്നു അവിടെ എവിടെയാണ് ഇതാണെന്ന് തോന്നുന്നു ഇല്ലിക്കക്കല്ലിൻ്റെ പാർക്കിംഗ്. കാര്യം 2 സൈഡിലും പാർക്കിംഗ് കാണുന്നത് കണ്ടോ. അവിടെ കുറേ സ്ഥലം കാണുന്നുണ്ട്, അത് ഇപ്പുറത്തും ഒരു സ്ഥലം കാണുന്നുണ്ട്. പക്ഷേ ഈ നേരെ കാണുന്നത് എന്തായാലും ഇല്ലിക്കക്കല്ല. ഇല്ലിക്കക്കല്ല് ഇത്ര അടുത്തിരുന്ന് കാണാൻ പറ്റിയത് ഇപ്പം കോടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ നല്ല വെയിലുണ്ട്, പക്ഷെ ആ വെയിൽ അറിയുന്നില്ല. നല്ല കാറ്റും കൊണ്ട് ഒരു തണുപ്പുമുണ്ട്. അതാണ് ഈ വാഗമണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ആ ഫീൽ അറിയത്തില്ല. കാര്യം അതുപോലെ തണുപ്പായിരിക്കും വാഗമൺ. അങ്ങോട്ട് ഞാൻ ഇവിടെ ഒരു സ്ഥലം ഉറപ്പിച്ച് അങ്ങനെ കുത്തിയിരിക്കുകയാണ്. കാര്യം കോട ഇവിടെ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കിട്ടിയാൽ നല്ലതെന്ന് പറഞ്ഞ് കുത്തിയിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ പതുക്കെ സംസാരിച്ച് കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം ആൾക്കാരുണ്ട്. നല്ല താഴ്ചയാണ് ഇവിടെ. അവിടെ താഴത്തൊക്കെ കുറേ ബിൽഡിങ് കാണുന്നുണ്ട്. അവിടെ ഇവിടെ ഒരു പള്ളി ഞാൻ നേരത്തെ കണ്ടായിരുന്നു. കാണിക്കാൻ പറ്റുമോ? കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ അടിയിലൊക്കെ വീടുകളും എന്തൊക്കെയോ ബിൽഡിങ് ഒക്കെ കാണുന്നുണ്ട്. നേരെ കാണാൻ പറ്റുന്നത് മൊത്തം മലനിരയാണ്. കാര്യം മഞ്ഞില്ലാത്തതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാം. അപ്പുറം ഒരു ബുള്ളറ്റ് വന്ന ടീമിരുന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. മറ്റേ എക്സ്പൾസും പാഷൻ പ്രോയും വന്നവർ പോയി തിരിച്ച്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരിറങ്ങി പോകുമായിരുന്നു. പിന്നെ അതുകൂടാതെ അവിടെ കുറച്ച് പേര് കണ്ട്, അപ്പുറത്ത് കുറച്ച് പേര് പോകുന്നുണ്ട്. അവർ ഫോട്ടോസ് റീൽസ് എന്തൊക്കെ എടുത്തോണ്ടിരിക്കുക. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇരുന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചാലോ എന്നുള്ള ആലോചന. നേരെ പുള്ളിക്കാനം ഏലപ്പാറ. അങ്ങനെ അവിടെ കുറച്ച് നേരം കുത്തിയിരുന്ന് കുറേ നേരം വെയിലും കൊണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലം പിടിക്കുകയാണ്. നേരെ ഏലപ്പാറ, പുള്ളിക്കാനം അങ്ങനെ കറങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. പിന്നെ ഞാനൊരു പ്ലാൻ ഇട്ടിരിക്കുന്നു. ഇപ്പം പ്ലാൻ ചെയ്തതാണ് നമ്മളെ മുരുകന്മല, അതായത് കുരിശുമലയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട് മുരുകന്മല എന്ന് പറഞ്ഞ്. അപ്പം അവിടെ ഞാൻ എല്ലാ പ്രാവശ്യവും കുരിശുമല വരുമ്പോൾ പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നൊന്ന് പോയാലോ എന്നൊരു ആലോചനയുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മാപ്പിടാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം ഒരു ഊഹം വെച്ച് പിടിക്കുക. കാര്യം വാഗമൺ ഇത് നേരെ ചെന്ന് കയറുന്ന വാഗമൺ ടൗണിലേക്കാണ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാനം വഴി നേരെ ഏലപ്പാറ ഒറ്റ റൂട്ടാണ്. ഇത് നേരെ ഏലപ്പാറ, അതായത് ഇവിടുന്ന് ഇപ്പം നേരെ ചെല്ലുന്നത് വാഗമൺ ടൗണിൽ കയറും. അവിടെ നിന്ന് നേരെ നമ്മൾ പുള്ളിക്കാനം പിടിച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ നിന്ന് ടൗണിൽ നിന്ന് നേരെ റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാനത്ത് നേരെ പിന്നെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന് കയറുന്നത് ഏലപ്പാറ റൂട്ടിലേക്കാണ്. ആ ഒരു ഇതുകൊണ്ട് ഞാൻ നേരെ വെച്ച് പിടിക്കുകയാണ്. പക്ഷേ വാഗമണ് നമ്മുടെ കുരിശുമലയ്ക്ക് നേരെ ഓപ്പോസിറ്റുള്ള മുരുകന്മല, അതെന്തായാലും ഒന്ന് കാണണം എന്നൊരു പ്രതീക്ഷ വെച്ചാണ് ഞാൻ ഇന്ന് പോണത്. കാര്യം ഓൾറെഡി നല്ല തന്നെ വ്യൂ പോയിന്റ് എന്നും പറഞ്ഞ് വന്ന് കണ്ടത് നല്ല തന്നെ വ്യൂ പോയിന്റ് ആണോ അതോ വേറെ വല്ല വ്യൂ പോയിന്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് നമ്മൾ നിന്ന മലയുടെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ ഓഫ് റോഡ് അടിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ കയറിപ്പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയും ഇതുപോലെ ബൈക്കും കയറ്റി ഓഫ് റോഡ് അടിക്കാം. തൽക്കാലം ഇതിപ്പോൾ വരെ ഞാൻ ഇന്ന് വന്ന് ഇപ്പോൾ വരെ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ഇനി വണ്ടി കയറ്റി വിടുവോ അല്ലെങ്കിൽ അടച്ചിടുവോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വാഗമണ്ണിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാര്യം ബൈക്ക് കയറ്റി കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം, സ്വന്തം വണ്ടി പോകുന്നവർക്ക് അങ്ങനെ പോകാം. ജീപ്പുകാർക്ക് പിന്നെ വേറെ കുറേ സ്പോട്ടുകളുള്ളതുകൊണ്ട് അവരങ്ങനെ മുടക്കൊന്നും പറഞ്ഞ് വരത്തില്ല. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയുള്ളിടത്തൊരു ചീത്ത ആൾക്കാരെന്നല്ല പറഞ്ഞത്. ബട്ട് കുഴപ്പമില്ല ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഈ ഏലപ്പാറ അല്ലെങ്കിൽ നമ്മുടെ പുള്ളിക്കാന ഏലപ്പാറ പോകുമ്പം എന്താണ് ഇതിന് മാത്രം കാണാൻ, അല്ലെങ്കിൽ ഈ ഏലപ്പാറയിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്ക് കാണിക്കാനുള്ളത് ഇതാണ്. 2 സൈഡിൽ തേയിലത്തോട്ടം, നടുക്കൂടെ ഒരു റോഡ്. ഇതാണ് ഈ ഒരു ഏലപ്പാറ പുള്ളിക്കാനം പോകുന്ന വഴിക്ക് കാണുന്ന മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ സാധനം. ഇതെന്താ ഇനി മാത്രമേ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഒരു ബൈക്ക് റൈഡറിന് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഒരു ട്രാവലർ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ട്രാവലർ
എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ ഒരു ഫീൽ മനസ്സിലാകത്തുള്ളൂ. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, ഈ ഒരു സ്ഥലത്ത് ഒരു രണ്ട് സൈഡിൽ തേയിലത്തോട്ടം, നടുക്കൊരു ചെറിയ വെള്ളക്കെട്ട് പോലത്തെ ഒരു സംഭവം, ഒരു കുഞ്ഞു വഴി കണ്ടു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഒരു കുഞ്ഞ് ഗ്രാമപ്രദേശത്തൂടെ ഒരു റോഡ്, രണ്ട് സൈഡിലും തേയിലത്തോട്ടം. ഇതാണ് ഈ റൂട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ ബൈക്ക് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എസ് വളവ് പോലത്തെ വളവ് ഇങ്ങനെ വീശി വളച്ച് വളച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അതിൻ്റെ കൂട്ടത്തിൽ കോടയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുള്ള് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമം, ഒരു തമിഴ് ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു ടച്ചുള്ള ഒരു സാധനം. പക്ഷെ ഈ റൂട്ട് ബൈക്ക് ഓടിച്ചവർക്കും ഓടിക്കാത്തവരുണ്ടെങ്കിൽ ചെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓടിച്ചവർക്ക് അതിൻ്റെ ഫീൽ മനസ്സിലാവും. ഞാൻ ഈ റൂട്ട് എപ്പോൾ വന്നാലും എനിക്ക് മടുക്കാത്തൊരു കാര്യം. ഞാൻ അതുകൊണ്ടാണ് വാഗമൺ വന്നു കഴിഞ്ഞാൽ നേരെ ഏലപ്പാറ പിടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മുരുകന്മല പിടിക്കാം. ഇനി അതും കൂടെ ഉള്ളു ലാസ്റ്റ് ടെസ്റ്റ്. അവിടെ കാണുന്നതാണ് കുരിശുമല. അതായത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന കുരിശുമലയുടെ പാർക്കിംഗ്. അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല. ഇതാണ് മുരുകന്മലയ്ക്ക് പോകുന്നത്. ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെയാണ്, പക്ഷേ അധികാരം നിരത്തൊന്നുമില്ല ഇങ്ങോട്ട്. നല്ല കയറ്റമുണ്ടെന്ന് തോന്നി. ഇങ്ങോട്ട് കുരിശുമല കയറുന്ന പോലെ തന്നെ കുരിശുമല അത്ര ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ കുരിശുമല എപ്പോഴും വന്നപ്പോഴും ഈ മുരുകന്മല കാണാറുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല, പോയിട്ടുമില്ല. ഇപ്പോൾ കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് കയറി പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടോ കുരിശുമല നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് കുരിശുമല. അവിടെ ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഈ റോഡ് സൈഡിൽ തന്നെയാണ് മുരുകന്മല എന്ന് ബോർഡ് കാണാം. ഇതുപോലുള്ളൊരു കയറ്റം കയറി ഇങ്ങനെ പോകണം. സോ ഇവിടെ അങ്ങനെ അധികാരം വരത്തുമില്ല. ഞാനധികം കണ്ടിട്ടില്ല. കുറച്ച് പേരൊക്കെ വീഡിയോ ഇട്ടില്ല. എല്ലാവരും കുരിശുമലയ്ക്കാണ് പോകുന്നത്. പക്ഷേ കോട ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ല. അയ്യോ, ഞാൻ ഈ തങ്ങൾപ്പാറ ഇവിടെ എവിടെയും കണ്ടാണ്. അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുരിശടി മറ്റേ കുരിശുമലക്കാരനെ കാണാൻ പറ്റുന്നുണ്ട്. അതാ അങ്ങ് ദൂരെ വിദൂരതയിൽ നേരെ ഓപ്പോസിറ്റ്. അയ്യോ, നമുക്ക് ഈ കയറ്റാണ് പറ്റാത്തത്. കുറച്ച് കയറി കഴിയുമ്പോൾ തന്നെ കഥയ്ക്കാൻ തുടങ്ങും. ഇതണ്ട, ഇവിടെ നോക്കിയാൽ നേരെ കാണുന്നത് കുരിശുമലയുടെ പാർക്കിങ്. എന്താ ഇതവിടുത്തെ പാർക്കിങ്, വണ്ടി, മല നേരെ കാണാം. നമുക്ക് വേണ്ടത് മേപ്പോട്ട്. അയ്യോ, സത്യത്തിൽ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അമ്പലമാണ് മുരുകൻ്റെ, അങ്ങനെ കേട്ടിട്ടുള്ളൂ. അയ്യോ, ഇവിടെ പൂജയൊക്കെ ഉണ്ടോയെന്ന് പോലും അറിഞ്ഞൂടാ. ഈ സമയത്ത് കയറാനും പറ്റുമെന്ന് പറഞ്ഞൂടാ. അതായാലും ഒറ്റ മനുഷ്യനില്ല. പിന്നെ അതുപോലെ തന്നെ തണുപ്പുണ്ട്. കോട ഇറങ്ങിയിട്ടില്ലെങ്കിലും തണുപ്പായിട്ടുണ്ട് ഇവിടെ. മിക്കവാറും കോട ഇറങ്ങാൻ സാധ്യതയുണ്ട്. എത്ര മണി? ഐ തിങ്ക് 1:55. ഇവിടെ മിക്കവാറും കോട ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവിടെ. ഞാൻ കുരിശുമല വന്നപ്പോഴൊക്കെ നല്ല രീതിയിൽ കുറയിട്ടുണ്ട്. ഒറ്റത്തവണ ഒഴിച്ച് അത് ഞാൻ വ്ലോഗും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒന്നും ഒറ്റ മനുഷ്യനില്ല കേട്ടോ. ആരെങ്കിലും ഇവിടെ വന്ന് തനിക്കൊന്നിട്ട് പോയാലും അറിയത്തില്ല. എനിക്ക് ഈ കയറ്റം എന്താണെന്തോ കുറച്ച് കയറി കഴിയുമ്പോൾ ഞാൻ കടക്കാൻ തുടങ്ങും. അതിൻ്റെ കൂടുതൽ വർത്തമാനങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ കടക്കും. കാരണം വെള്ളം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആരടൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അടി ഇതൊക്കെ തന്നെയാണ് വഴി. എങ്ങോട്ടുള്ള വഴി? ദൈവമേ, ലിറ്ററലി ഇതാണ് അഡ്വഞ്ചർ. ലിറ്ററലി ഇതാണ് സാധനം. അഡ്വഞ്ചർ ഇതാണ് ഐറ്റം. കുരിശുമല കയറുന്നവർ ആരും ഇങ്ങോട്ട് വരാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ വരേണ്ടതും പോകേണ്ടത് ഇതൊക്കെ തന്നെ. ഇതല്ലേ അഡ്വഞ്ചർ ഗൈസ്. വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ കഥപ്പ് കൂടുന്നു. അതായത് നമ്മൾ രണ്ട് പ്രവൃത്തി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന്, ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ വർത്താനം കൂടെ പറയുന്നു. റിപ്പീറ്റിംഗ് പ്രോസസ്സ് വലിയ പണി കിട്ടുന്നൊരു പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ട, ലിറ്ററലി ഇത്രയും കയറി വന്നു. കുരിശുമല നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇനിയും കയറാണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടൊരു മയിൽ, അതാണ്ട് അവിടെ ഒരു മയിലും ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ കത്തിച്ച് തോന്നും. നൊരയാൻ പതിയും വരും. ഗൈസ്, ഇത്രയും കയറിയപ്പോൾ ഉള്ള വ്യൂ വേറെ സ്ഥലം കാണിച്ചു തരാം. കുരിശുമലയുടെ അവിടെ മറ്റേ കോട കയറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആരും കയറുന്നില്ലെന്ന് തോന്നുന്നു. കയറാൻ മേളിലാണോ അതോ ആരും കയറി പോകണമെന്നും കാണില്ല. എല്ലാവരും താഴെ കുറേ പേരുണ്ട്, മേളിലാരും കാണില്ല. കോട നൈസായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സ്ഥലം പൊളിയാണ്. എന്താ ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയാണ്. എല്ലാവരും കുരിശുമല വരുമ്പോൾ ആ കാണുന്ന സ്ഥലം കണ്ട അവിടെയും വരും ആൾക്കാർ. അല്ലാണ്ട് ഇങ്ങോട്ടൊന്നും ആരും കയറി വരത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയാണ് കേട്ടോ. നമുക്ക് പോകാം.
ഐ തിങ്ക് കോട വരാൻ സാധ്യതയുണ്ട്. അമ്മ അപ്പച്ചി വഴിയില്ല ഇവിടെ നിന്ന്. എന്തിത് വഴിയില്ല ഭഗവാനേ. സത്യം പറഞ്ഞാൽ കുരിശുമലയേക്കാൾ കൂടുതൽ അഡ്വഞ്ചർ ഇതാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പൂജ ചെയ്യുകയാണ്, തിരുമേനി ഇത് എങ്ങനെ വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലേ, ഇവിടെ എങ്ങാനും അമ്പലം ഉണ്ടോ? ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതുവരെ ഒരു അമ്പലത്തിൻ്റെ സംഭവമൊന്നും കാണില്ല. ഓ മൈ ഗാഡ്, ഇതേത് മല മാർക്കറിയ ദൈവമേ. ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് മലയുടെ ടോപ്പാ. അല്ലെങ്കിൽ ഈ മുരുകൻ്റെ അമ്പലം എല്ലാം അങ്ങ് ഉച്ചി മേലിലായിരിക്കും. പഴനി അതുപോലെ ഇത് എല്ലാം. ഇവർക്ക് എന്ത് ഇത്ര ടോപ്പിൽ പോയിരിക്കണം? ശബരിമല, മറ്റേ ശിവൻ്റെ നമ്മുടെ കൈലാസമായാലും, പിന്നെ മറ്റേ ബദ്രിനാഥ ക്ഷേത്രം ഉണ്ടല്ലോ അത്, പിന്നെ ഞാനന്ന് പോയ കൈലാസഗിരി ഒക്കെ ടോപ്പിലാണ്. എല്ലാം മലയുടെ ഉച്ചിയിലാണ്. ഗൈസ് ഇതോടെയാണ് അമ്പലം. ഇവിടെ ആരും വരില്ലാന്ന് തോന്നുന്നു. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഗൈസ്. ഈ തങ്ങൾപ്പാറ ഇവിടെ എവിടെ കണ്ട അതവിടാന്ന് എനിക്കറിയാം. ഒരു രക്ഷയില്ല. വരുവാണെങ്കിൽ ഇവിടെ വന്നു അതിനൊക്കെ ഏകദേശം കുരിശുമലയുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കുരിശുമല അവരുടെ ടോപ്പ് ഉണ്ടാ. നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന കുരിശുമലയുടെ ടോപ്പാണ്. അവിടെ ഇനിയും കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ കുരിശുമല. ഇവിടെ ഉണ്ടോ? ഇതാണ് കുരിശുമലയുടെ ടോപ്പ്. ഏകദേശം തന്നെ ഉണ്ട്. അവിടാണ് അമ്പലം. ഇവിടെ കോട ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ ലിറ്റർ പൊളിയായിരിക്കും. കണ്ടാ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് മോനെ. സത്യം പറഞ്ഞാൽ ഇവിടെ കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും കുരിശുമല വരുമ്പം, അതായത് കുരിശുമല വീഡിയോ ചെയ്തല്ലാണ്ട് നമ്മൾ ചുമ്മാ വന്നിട്ടുണ്ട്. വ്ളോഗല്ലാണ്ട് നമ്മൾ ചുമ്മാ കുറേ പ്രാവശ്യം വന്നപ്പോഴും കയറണമെന്ന് വിചാരിച്ച സ്ഥലം ഇത്. പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അതെന്തോ ഇന്ന് പക്ഷെ കയറി. ഇന്ന് ഇങ്ങോട്ട് മാത്രമായിട്ട് വന്നു, അതുകൊണ്ടായിരിക്കും. അതോ ഇനി ഈ പറയുന്ന പോലെ കയറാനുള്ള സമയം ആകാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ടധികം പോകണില്ല, ചെരുപ്പിട്ടിരിക്കുന്നതുകൊണ്ട്. വെറുതെ എന്തിനാ അടച്ചിട്ടിരിക്കും, പൂട്ടിയിട്ടിരിക്കും അമ്പലം. ആണ് അമ്പലം. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇതും വരേണ്ട സ്ഥലം തന്നെ. കുരിശുമല വരുന്നവർക്ക് ഇതും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ അല്ലേ. കോട ഇറങ്ങിത്തേ ഇല്ല. കണ്ട അവിടെ കൂടെയൊക്കെ കോടയുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊന്ന് കയറി വരില്ല. അവിടെ കയറി കുരിശുമല കയറി കോട ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളൊന്ന് കയറി വന്നിരുന്ന പൊളിയായിരുന്നു. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കയറി വരും. മാൻ, ദിസ് ഈസ് സ്വർഗം. സത്യം ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഒരു രക്ഷയില്ല. കുറച്ച് നേരം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈബാണ്. മഴ പെയ്യണ്ടോ ഒരു ഡൗട്ട് ഉണ്ട് ഗൈസ്. മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ചൂടുന്നുണ്ട്. ഐ തിങ്ക് കോട ഇറങ്ങണതിൻ്റെ കൊണ്ടായിരിക്കും. അയ്യോ എൻ്റെ മോനെ, ഇതാണ് ടോപ്പ്. ഇത് പൊളിക്കും. ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാം കാണാം, കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കുരിശുമല. ഇവിടെ നിന്ന് കാണുന്നുണ്ട് കുരിശുമല. കോട ഇറങ്ങി കഴിഞ്ഞാൽ വൈബായിരിക്കും. പക്ഷേ അമ്പലം എനിക്ക് തോന്നുന്നു ഇപ്പം, അതായത് ഇവിടെ പൂജയും പരിപാടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതോ ഇനി രാവിലെ മാത്രം പൂജ ചെയ്തിട്ട് അടച്ചിട്ട് പോകണമാണോ എന്ന് അറിയത്തില്ല. എത്ര മണി? 2 മണി. അതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അടച്ചിട്ടിട്ട് പോവാം. ഒരു രക്ഷയില്ലല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ. ലിറ്ററലി പൊളി. കുരിശുമല കോട ഇറങ്ങണം, മൊത്തത്തിൽ ഇറങ്ങി. ആ കോട ഇങ്ങോട്ടൊന്നും വന്നിരുന്നെങ്കിൽ മഴ പെയ്യുന്നു കേട്ടോ. അടിപൊളി. മഴ കോട പൊളിക്കും. മഴ പെയ്തിട്ടുണ്ട്. വേണ്ട മഴ പെയ്ത് കോട ഇറങ്ങുന്നുണ്ട്. എൻ്റെ ഒരേ വിഷയം. അവിടെ മറ്റേ കുരിശുമല ഫുള്ള് മൂടി ഇത് കണ്ടോ. ഇവിടെ പെയ്തുകൊണ്ടിരിക്കും, ഇത് കയറിക്കൊണ്ടിരിക്കും. ഓ ഞാൻ കോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ നനഞ്ഞ്, നല്ല രീതിയിൽ നനഞ്ഞു. ഒരു രക്ഷയില്ല. മഴ തകർത്ത് മഴ ആണ് പെയ്ത് വേനേ പെയ്ത് മഴ പെയ്ത് വട്ട വൈബ്. അവിടെ എന്തത് കൊടുങ്കാറ്റോ ഗൈസ്. ലിറ്ററലി മഴ അതിനോടത്ത് ഞാൻ ഒറ്റ മനുഷ്യനുമില്ല. ഓ ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇതാണ് വൈബ്. എൻ്റെ ഒരേ ഇതാണ് വേണ്ടത്. ഞാൻ ഇപ്പുറത്തോട്ട് വരാമെന്ന് വിചാരിച്ച, ഇങ്ങോട്ടങ്ങോട്ട് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെരുപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാഞ്ഞത്. പക്ഷേ ഇത് കൊള്ളാം. ക്യാമറക്കകത്ത് വെള്ളം കയറി.
ഗൈസ് അങ്ങനെ നല്ല രീതിയിൽ മഴയും നനഞ്ഞ് മഴ കൊള്ളാതിരിക്കാൻ ഇങ്ങോട്ട് കയറുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഒരു വഴി. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞാൻ കണ്ട കാഴ്ച. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി പോകാം എന്ന് വിചാരിച്ച് നേരെ താപ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മഴ കൂടി കാരണം നേരെ അമ്പലത്തിൻ്റെ അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഷൂ ഇട്ട് കാരണം നേരെ അമ്പലത്തിൽ കയറണ്ട എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഒരു ജസ്റ്റ് ഒരു കാട് പോലെ കണ്ടുകൊണ്ട് ആ അമ്പലത്തിൻ്റെ അവിടെ തന്നെ സൈഡിൽ ഇപ്പുറത്തൊരു വേറൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട്. ബിൽഡിംഗ് എന്താ ഒരു കമ്മിറ്റി ഓഫീസോ അങ്ങനെ എന്തൊരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു കാട് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി നിന്നാണ് മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങോട്ട് വെളിച്ചം പോലെ കണ്ടത്. പക്ഷെ അത് കണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഫീലാവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ഞാൻ മഴ നനഞ്ഞു. ഈ കോട്ട് തൊപ്പി കൊള്ളാത്തതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റും ഉണ്ടത് കാരണം മഴ കുറച്ച് നനഞ്ഞെങ്കിലും. പക്ഷെ ഇത് ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. എൻ്റെ മോനെ, ഞാൻ കണ്ടത് ഒരു സ്വർഗത്തിലേക്കുള്ളൊരു കവാടം തുറന്ന പോലെ മാതിരി ഒരു സെറ്റപ്പാണ് ഞാനിപ്പോൾ കാണുന്നതും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന നമ്മുടെ കുരിശുമലയാണ്. പക്ഷെ ഇതിന് അപ്പുറം വയ്ക്കാനൊന്നുമില്ല. കുരിശുമല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഫീലാണ്. അവിടെ ടോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലൊരു വ്യൂ പോയിന്റ് കാണണം. പക്ഷെ അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിനപ്പുറം പിടിക്കാൻ പറ്റിയ വേറൊരു വ്യൂ പോയിന്റ് ഇതാണ്. ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു റീലില് അധികം ആരും പോയിട്ടും ഇല്ല, കയറിയിട്ടും ഇല്ല ഇങ്ങോട്ട്. കാര്യം മുരുകന്മല അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ഇതുവരെ വീഡിയോ അധികം കണ്ടിട്ടില്ല. കുറച്ച് പേര് ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ഷോർട്സും റീലും മാത്രമേ ഇട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കോട കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിഷയമാണ്. ഇപ്പം മഴ പെയ്ത കാരണം ആ ഒരു തണുത്ത മൂഡിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. കണ്ടോ, ഇങ്ങോട്ട് ഞാൻ നടന്നു വരാൻ പറ്റും. ഇവിടെ ഒറ്റ മനുഷ്യനില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പുറം ഇപ്പുറമൊക്കെ നല്ല വ്യൂ പോയിന്റ്, എവിടെ നിന്നാലും വ്യൂ പോയിന്റ്. അതും മലയുടെ ഉച്ചയ്ക്ക് വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാറ്റുണ്ട്, ഒരു രക്ഷയില്ലാത്ത കാറ്റുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കിട്ടാത്ത ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വോയിസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാറ്റധികം സൗണ്ട് കേൾക്കത്തില്ല. കാര്യം എൻ്റെ വെച്ച് മാത്രമേ കേൾക്കത്തുള്ളൂ. അതങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നല്ല രീതിയിൽ നല്ല കാറ്റുണ്ട്. അതിൻ്റെ കൂടെ ചെറിയായിട്ട് മഴ തോന്നുന്നുണ്ട്. കേട്ടോ, നിങ്ങൾ ആ കാണുന്നത് നമ്മുടെ കുരിശുമല ആണ്. കുരിശുമലയുടെ ടോപ്പിലൊക്കെ കോട കയറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങോട്ട് മാത്രം കോട വന്നിട്ടില്ല. ഇങ്ങോട്ട് പക്ഷെ കോട കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഇത് പൊളിയായിരിക്കും. ഇവിടുത്തെ ആ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. കാര്യം കുരിശുമലയിൽ എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഒരു ദിവസം വന്നത് നല്ല ഉച്ചയ്ക്കായിരിക്കുന്ന വെയിലത്താണ്. അന്ന് പക്ഷെ കോടയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ കോട പ്രതീക്ഷിച്ചാണ് കയറിയത്. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ അല്ല ട്രിപ്പിൾ പോണ സാധനം. എനിക്ക് ഈ സ്ഥലം ഇപ്പം തന്നെ എനിക്കിഷ്ടം. അതായത് ഇങ്ങോട്ട് കയറിയപ്പം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസാണ് കിട്ടിയത്. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കുപ്പി കിടപ്പുണ്ട്. ഞാൻ ഉദ്ദേശിച്ച മറ്റേ സ്പ്രൈറ്റിൻ്റെ കുപ്പിയാണ്, അല്ലാണ്ട് വേറെ കുപ്പിയൊന്നുമല്ല. കേട്ടോ ഗൈസ്, ഇത് നോക്കൂ. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഫീല് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാക്സിമം അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പം എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തോന്നുന്നത്. പക്ഷേ നേരിട്ട് കാണുമ്പം അതിനപ്പുറമാണ്. എൻ്റെ മുരുക, കോട ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഒരു കോട തരാൻ വല്ല മാർഗമുണ്ടോ മുരുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോട കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ടോപ്പിൽ ഈ ഒരു സ്ഥലത്ത് നിന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മുരുക പ്ലീസ് ഒരു കുട, ചെറുതായിട്ടൊരു കുട തരും. നല്ല വെയിലുണ്ട്, പക്ഷെ അതറിയുന്നില്ല. അതിന് കൂട്ടത്തിൽ മഴക്കാറുണ്ട്, ചെറിയ തണുപ്പുണ്ട്, കാറ്റുണ്ട്. എല്ലാം കൊണ്ടും നല്ല കിടിലൻ ക്ലൈമറ്റ്. ഇപ്പം മഴ പെയ്ത് തോർന്നുകൊണ്ടാണ് ഞാൻ കോട്ടൊക്കെ എടുത്ത് വലിച്ച് കയറ്റിയത്. നല്ല രീതിയിൽ ഒന്ന് നനയുകയും ചെയ്ത്. പക്ഷേ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ നോക്കുക ഗൈസ്, നിങ്ങൾക്ക് ക്യാമറ കിട്ടുന്നുണ്ടോ, ക്ലിയർ ആകുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഇവിടെ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ ഇരിക്കാൻ അങ്ങനെ സ്ഥലമൊന്നുമില്ല, കുറച്ച് പാറകളുണ്ട്. നിങ്ങൾ ഫോട്ടോസ്, റീൽസ് അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. കണ്ടോ, നമ്മുടെ കുരിശുമലയുടെ ടോപ്പിലൊക്കെ നല്ല രീതിയിൽ കോട കയറി. അവിടെ നിന്ന് ഇങ്ങോട്ട് കോട വരുവാണോ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് കോട പോകുവാണോ എന്നൊരു പിടുത്തം കിട്ടില്ല. കാര്യം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കോട കാണുന്നുണ്ട്. പക്ഷേ ഈ ഞാൻ നിൽക്കുന്ന മല മാത്രം കോടയില്ല. അതാണ് എൻ്റെ ഒരു സങ്കടം. ഇവിടെ കൂടെ കോട വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ
മേൻ ഇത് സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ്. ഈ വാഗമണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ വീഡിയോ വാഗമൺ വരുമ്പോൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, അപ്രതീക്ഷിതമായ രീതിയിൽ കോട കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് വാഗമൺ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കോട സമ്മാനിക്കും. അതാണ് വാഗമൺ എന്ന് പറഞ്ഞൊരു കൊച്ചു സ്ഥലം, അല്ലെങ്കിൽ വാഗമൺ എന്ന് പറഞ്ഞ സ്പോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഗമണ്ണിൽ നമ്മൾ കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ കോട കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വെച്ച്, അല്ലെങ്കിൽ കോട കിട്ടിയാൽ കിട്ടിക്കൊള്ളാമെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് കോട കിട്ടിയിരിക്കും. ഞാൻ അന്ന് കുരിശുമല കയറിയപ്പം കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയി, കോട കിട്ടിയില്ല. ഇവിടെ കോട കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല കയറി വന്നത്. പക്ഷേ എനിക്ക് എന്താണെന്നറിയാൻ വേണ്ടി, ഈ മുരുകൻ മലയിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി കയറി വന്നാൽ ആ കൂട്ടത്തിൽ എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയാണ്. ഞാൻ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കയറി നിന്നപ്പം ഇനി മുരുകനായിട്ട് കാണിച്ചു തന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എടാ മോനെ, ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, നീ പോയി കാണും, നിന്റെ പിള്ളേരെ കൂടെ കാണിച്ചു കൊടുക്കണ എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം അതേ മുരുകൻ തന്നെ ഇവിടെ കോടയെ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇവിടെ നിന്ന് ഈ അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വേറെ ഒരു മനുഷ്യനും ഇല്ല, ആരും കയറി വരുന്നുമില്ല. അത് കാരണം ആരുടെ ശല്യമില്ല. അതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് കുറേ നേരം സമാധാനമായിട്ട് ഇരിക്കാം. കുറേ നേരം നടന്ന കാരണം ക്ഷീണിച്ചു, അത് കാരണം കുറച്ച് നേരം ഇരിക്കുന്നു എന്ന് ഇരിക്കാൻ വേണ്ടി ഇരുന്നാണ്. ഇരിക്കുവാണ്, എന്തൊക്കെ പിച്ചുമ്പയും പറഞ്ഞിട്ട് കാര്യം. എൻ്റെ കിളി മൊത്തം പാറി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും കോടയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുവാണ്. കോട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീലിനകത്ത് എവിടെയെങ്കിലും ഷോർട്സിലോ റീലിലോ എവിടെയെങ്കിലും അതിൻ്റെ തെറിച്ചു പോയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അങ്ങോട്ടിടും. അപ്പം ഈ വാഗമണ്ണിൽ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത? കുറേ മൊട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ്, പിന്നെന്താ കുറേ ട്രക്കിംഗ് സ്പോട്ട്, ജീപ്പ് സഫാരി. ഇത് മാത്രമല്ലാണ്ട് ഇങ്ങനെ കുറേ ഹിഡൻ ജെമ്മുകളുണ്ട്. അതായത് ഇപ്പോൾ കുരിശുമല ഒരു കിടിലൻ സ്പോട്ടാണ്. അതിൻ്റെ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ കുരിശുമലയുടെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നേരെ നടന്നു വരാനുള്ളൊരു ദൂരമേ ഉള്ളൂ. മുരുകന്മല എന്ന് പറഞ്ഞ് നമ്മൾ കുരിശുമലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണും. അപ്പം കോടയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ ഈ കിടന്ന് പിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് തങ്ങൾപ്പാറ, ഇവിടെ എവിടെയാണ്. പക്ഷെ അതെവിടാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ എവിടെയാണ്, ഇവിടുന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങാണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വേണം കറക്റ്റ് പറഞ്ഞു തരാം. കോട അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കണ്ടോ ടോപ്പിൽ കോടയുണ്ട്. എടേ ഞാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കോട കയറി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പം അത് കാരണം സാധാരണ ഈ സമയത്തൊക്കെ കോട കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട് ഇപ്പം. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഗ്രഹമുണ്ട്, കിട്ടും. ഗൈസ് നൈസായിട്ട് കോട കയറി തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ പോലെ പുറകിലത്തെ കോട കയറി അപ്പുറമൊക്കെ കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് മുരുകൻ കേട്ടു എന്നാണ് തോന്നുന്നത്. ഗൈസ് കോട കയറി ഗൈസ് കോട കയറി. എൻ്റെ മോനെ കോട കയറി. ഞാൻ എന്തിനു വേണ്ടി കാത്തിരുന്നോ അതെൻ്റെ മുമ്പിൽ വന്നു. ഇനി ഫുള്ള് കോട കയറും. കോട കയറി ഗൈസ്, കോടതയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, അതായത് നമ്മുടെ കുരിശുവരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പുറം കോട ഇപ്പുറം കോട. എൻ്റെ മോനെ എന്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്? അതാണ് നിങ്ങളിപ്പോൾ സാക്ഷി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി പിച്ചുമ്പയും പറയും, അല്ലെങ്കിൽ അലറി വിളിച്ച് കാർക്കുകയൊക്കെ നടക്കുമായിരിക്കും കുറച്ച് നേരത്തേക്ക്. കാര്യം ഇത് അതായത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചൊരു സാധനം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതായത് പതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അപ്പോൾ അത് മുരുകൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. ഈ ഒരു സ്വർഗത്തിൽ ഈ ഒരു കോടയും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനപ്പുറം വെക്കാൻ ഒന്നുമില്ല. ഇതാണ് വാഗമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു വിരുന്നൊരുക്കോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് പോലെ കാട്ടിത്തരും. ഒളിച്ചു വെച്ചിരിക്കുന്ന കോട നമ്മുടെ മുന്നിലേക്ക് തുറന്നു വിടുന്ന ഒരു പ്രക്രിയയാണ് ഈ വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ കുരിശുമല മാത്രം കാണാതെ ഇങ്ങോട്ടും കൂടെ ഒന്ന് വന്ന് നോക്കുക. ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എന്തൊക്കെ വിളിച്ചു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം കോട കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി മൊത്തത്തിൽ ഈ സ്ഥലം കണ്ടപ്പോഴേ കിളി പാറി. ഓടയും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം തീരുമാനമായി.
അങ്ങനെ കുറേ നേരം ഞാനിവിടെ കുത്തിയിരുന്ന് കുറേ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഞാൻ സൈലന്റ് മോഡിലായിരുന്നു. കാര്യം കൂടെ ഈ കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു പാട്ട് ഒരു പാട്ടങ്ങ് ഇട്ടിട്ട് നമ്മുടെ കുടമഞ്ഞിൽ ഓഹോ ആ പാട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചുറ്റും ഫുള്ള് വെള്ളം മാത്രമേ കാണുള്ളൂ. കാര്യം ഫുള്ള് കോട ഇറങ്ങിപ്പോയി. അതായത് ഫുള്ള് കോടയായിരുന്നു. എനിക്ക് കണ്ണുപോയി കാണാൻ പറ്റാത്ത രീതിയിൽ കോട അടിച്ച് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കോട ഇറങ്ങിപ്പോയി. അപ്പം ഇതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റി. ഞാനും സാക്ഷ്യം വഹിച്ചു, നിങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇനി വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ നേരെ ഒന്നെങ്കിൽ ഏലപ്പാറ പിടിക്കും, അവിടെ നേരെ കുട്ടിക്കാനം, നേരെ തിരുവല്ല. അതാണ്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയോ ഞാൻ കയറി അല്ലെങ്കിൽ എന്ത് കാണാൻ ആഗ്രഹിച്ച് കയറിയോ അതെനിക്ക് ഒന്നിക്കൊണ്ട് തന്നിട്ടുണ്ട്. അതും ഞാൻ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തെ രീതിയിലാണ് നമുക്ക് ഓള കിട്ടിയത്. നിങ്ങൾക്ക് ബാക്കി കുറച്ച് റീൽസിൽ ഞാൻ ഇട്ടുതരാം. കാര്യം എനിക്ക് റീൽസും ഷോർട്സും എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഷോർട്സിലേക്ക് മാറ്റി വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറിയിൽ കാണും. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കോടയുടെ ഫുൾ ഭംഗിയുള്ള സാധനം അല്ലെങ്കിൽ ഫുൾ കിടലൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കുരിശുമല ഫുള്ള് മൂടിയിരിക്കുക കോടയ്ക്കകത്ത്. കുരിശുമല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരിക്കും ഇപ്പം. പക്ഷെ അതിനപ്പുറമാണ് എനിക്ക് മുരുകമല കിട്ടിയത്. സോ എനിക്കിത് മതി. ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി എന്ത് എവിടെ പോയാലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏലപ്പാറ പോകുമ്പോൾ കോട കിട്ടിയാലും കുഴപ്പമില്ല. അതൊക്കെ എനിക്ക് പ്ലസ് പോയിന്റ് മാത്രമാണ്, അല്ലെങ്കിൽ ബോണസ് പോയിന്റാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഞാൻ മൊത്തത്തിൽ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇവിടെ നിന്ന് ഒച്ചത്തി അലറി വിളിച്ചുകൊണ്ടിരിക്കുക. വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുത്തൻ ഒരു കോട്ട് വിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുത്തൻ അവിടെ ഫോണും വെച്ചുകൊണ്ടിരുന്ന് പിച്ചും പേയും പറയാമെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ. കാര്യം ഞാൻ അതുപോലെ ഇവിടെ കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുക. നല്ല കാറ്റുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സൗണ്ട് കുറച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കാറ്റിൻ്റെ വെച്ച് കേൾക്കാത്തത്. പക്ഷെ നല്ല കാറ്റുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കാറ്റും. അതിൻ്റെ കൂട്ടത്തിൽ കോടയും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സോ ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഞാൻ വളരെ 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 ഹാപ്പിയാണ്. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാനുമില്ല. കാര്യം ഇത് മതി. ഇത് മതി. എനിക്ക് ഇത് കണ്ടാൽ മതി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ മല കയറി വന്നത്. അതെനിക്ക് കാണിച്ചു തന്നു, അല്ലെങ്കിൽ മുരുകൻ എനിക്ക് കാണിച്ചു തന്നു ഗൈസ്. സത്യം പറഞ്ഞ ഈ ഒരു ഡിവോഷണൽ വൈബും കൂടെ ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, തൊട്ടടുത്തൊരു അമ്പലം ഉള്ളതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഈ കോട കയറി വന്ന് കാറ്റുള്ളത് കൊണ്ടോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു സത്യം പറഞ്ഞ് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ധ്യാനിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കോടയും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും അതിന് പറ്റിയൊരു BGMോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് വിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് പോകും. ഞാൻ തിരിച്ചു പോകുന്നത് പോലും എനിക്കറിഞ്ഞൂടെ. കാര്യം ഇവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു മൈൻഡാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാര്യം കോട വരുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും കയറി വരുന്നു, പിന്നെയും പോകുന്നു. ഇത് തന്നെയാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടതേ വീണ്ടും കോട കയറി. എന്തിന് ഒരു പ്രാവശ്യം കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെയും കയറി, പിന്നെയും പോയി, പിന്നെയും കോട. എൻ്റെ മോനെ, നമുക്ക് മുരുകൻ വീണ്ടും വീണ്ടും കോട തന്നുകൊണ്ടിരിക്കുക. ഞാൻ കോട കിട്ടിയില്ലെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഇതാണ്ട കോടയുടെ പ്രവാഹമല്ല, കോടയുടെ തീവ്രമായ കോടകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയണേ നീ കറന്നുകൂടാ. കണ്ട കോട, അവിടെ നോക്കൂ കോട, ഇവിടെ നോക്കൂ കോട, ചുറ്റും കോട. സോ ഞാൻ കൃതാർത്ഥനായി. എനിക്കിത് മതി. കാര്യം നിങ്ങളെ കൂടെ അത് കാണിച്ചു തരണമെന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഞാൻ ഷോർട്സിൽ അല്ലെങ്കിൽ റീലിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എവിടെയെങ്കിലും ആയിട്ട് വലിച്ചു വാരിയിടും, അല്ലെങ്കിൽ സ്റ്റോറിക്കകത്ത് ഞാൻ അങ്ങോട്ട് തൂത്തുവാരി ഇടാൻ പോവാണ്. കാര്യം അതുപോലെ കോട കിട്ടി. ഞാൻ അതിനെ കുറേ ഫോട്ടോസും എടുത്ത് വീഡിയോസും എടുക്കാൻ പറ്റിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും കോട കയറി. നോക്കണ്ട ഫുള്ള് കോടയായി. അയ്യോ, അപ്പം എന്തിനാണോ ഞാൻ കാത്തിരുന്നത് അതും കിട്ടി. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനുമില്ല. ഇനി കുറച്ച് നേരം കൂടെ ഞാൻ ഇരിക്കും. കാര്യം ഇപ്പം തന്നെ 3 മണിയായി. മിക്കവാറും ഞാൻ 5 മണിയായാലും ഇവിടെ നിന്ന് ഇറങ്ങൂല. ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോള കയറിക്കൊണ്ട് വരുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും കോള കയറിക്കൊണ്ട് വരുന്നു, പിന്നെയും പോകുന്നു. ഇതല്ലാണ്ട് വേറൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഇതാണ് ഈ വാഗമണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ കുരിശുമല അല്ലെങ്കിൽ വാഗമൺ സൈഡ് വരുന്നവർ കുരിശുമല മാത്രം കയറാതെ ഈ ഒരു മുരുകന്മല കൂടെ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കയറിയിട്ട് പോവുക. പക്ഷെ കയറ്റം, അതായത് ട്രക്കിംഗ് ആണ്.
നിങ്ങൾ വെള്ളം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മറ്റേ കുരിശുമലയുടെ പാർക്കിംഗ് നിറയെ കടകളുണ്ട്. അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ വെള്ളം മേടിച്ചുകൊണ്ട് നേരെ ഒറ്റ കയറ്റം. പിന്നെ കുരിശുമല എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ അഡ്വഞ്ചർ പോലെയാണെങ്കിലും ഇത് അത്ര അഡ്വഞ്ചർ ഇല്ല, നമുക്ക് സുഖമായിട്ട് കയറി പോരാം. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.